നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ അണ്ടോറയിലേക്കുള്ള ഒരു യാത്രാ വീഡിയോ ആണ് ഞങ്ങൾ ഈ ട്രാവൽ സീരീസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാവൽ സീരീസിൽ 3 വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗീവ് അവേ കൊടുക്കാൻ ഇങ്ങനെ തീരുമാനിച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 2 പേർക്ക് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ വരുന്ന ഈ 3 വീഡിയോസ്, അൻഡോറ ട്രാവൽ സീരീസ് വരുന്ന 3 വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ 3 വീഡിയോസിൽ ലൈക്കും കമൻറ്റും ചെയ്യുന്നവരിൽ നിന്ന് ഇടുന്ന 2 പേർക്ക് ഓരോരുത്തർക്കും 10,000 രൂപ വീതമുള്ള സമ്മാനങ്ങൾ നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക. വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാഴ്സലോണയിലെ ലാസ്റ്റ് ഡേ ആണ്, ചെക്കൗട്ട് ചെയ്യാണ്. ഇനി കുറച്ച് സൂനിയറുകൾ പഠിക്കണം, എയർപോർട്ടിൽ പോകണം, അവിടെ നിന്ന് അൻഡോറയ്ക്ക് പോകണം. ബാക്കി വീഡിയോസ് കാണാം. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് ഞങ്ങളിപ്പം ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. ഇപ്പോൾ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പഴയ വീഡിയോയ്ക്ക് എത്തുന്നുണ്ട് ബാഴ്സലോണയിലെ. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക, ബാഴ്സലോണയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ. അപ്പം ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ. അതൊന്നും കൂടി അവസാനമായിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആ മനോഹരമായ പള്ളിയും അതിനോട് ചേർന്നുള്ള ഫ്രണ്ട് ഏരിയ ഒക്കെ, ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇനി സുവനീർ എല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പം മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള റാംബല സ്ട്രീറ്റിൽ തന്നെയുള്ള മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് കുറച്ച് മാറിയിട്ട് ഒരു 10 മിനിറ്റ് മാറിയിട്ടൊരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വേണം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ വന്നറിയിക്കുന്നത് സ്പാനിഷ് സ്ക്വയർ അഥവാ സ്പാനിഷ് ഭാഷയിൽ പറഞ്ഞ പ്ലാക്ക എde സ്പാനിയ എന്ന് പറഞ്ഞ ഈ സ്ക്വയറിലാണ്. ഈ ഒരു സ്ക്വയർ നിർമ്മിച്ചത് 1929 ബാഴ്സലോണ എക്സിബിഷന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വെനീഷ്യൻ ടവറാണ്. ഈ സ്പെയിനിൽ ഉള്ള ഒരു ബാഴ്സലോണയിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ സ്പാനിഷ് സ്ക്വയർ. അതുപോലെ തന്നെ നേരെ കാണുന്ന വലിയ മനോഹരമായ ബിൽഡിംഗ്, അത് നാഷണൽ ആർട്ട് ഗാലറിയാണ്. അപ്പം സ്പെയിനിൽ വരുന്നവർ ആർട്ട് ഗാലറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങളിവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോവാണ്. എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നുന്നത് ഈ ഇരട്ട ഗോപുരങ്ങളാണ്. അതായത് ഇറ്റലിയിൽ വെനീസിലുള്ള സെൻ മാർക്കോ സ്ക്വയറിൽ ഇതിൻ്റെ ഒറിജിനലാണ് ഉള്ളത്, വെനീഷ്യൻ ടവർ. അതിൻ്റെ ഒരു മോഡലാണ് ഈ ട്വിൻ ടവേഴ്സ്. 1929 പണിതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ ഞങ്ങൾ ടാക്സി എടുത്താണ് പോകുന്നത്. കാരണം ചെറുതായിട്ട് മഴയ്ക്കൊരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിനി ഇവിടുന്ന് നേരെ ടാക്സി എടുത്ത് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്കൊരു 15 യൂറോയാണ് ടാക്സിക്ക്. പക്ഷേ എന്താ പറയുക, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോവാം. ഇപ്പം മെട്രോ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്യണ്ട. അങ്ങനെ ഞങ്ങളിപ്പം ഏകദേശം എയർപോർട്ടിനോട് അടുക്കാറായി. ഇനിയിപ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം. അപ്പം ഇതാണ് ബാഴ്സലോണയിലെ എൽ പ്രാത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല ഞങ്ങളുടെ ലഗേജ് ഒരെണ്ണം മിസ്സായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നേരെ ക്യാബ് റെൻറ്റിനുള്ള കൗണ്ടറിലേക്ക് പോകണം. ഞങ്ങൾ ടെർമിനലിൽ തന്നെയാണത്. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അലാമോ എന്ന് പറഞ്ഞ റെൻ്റൽ കമ്പനിയിൽ നിന്നാണ് ഞങ്ങൾ കാറ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കാറിൻ്റെ പേയ്മെൻ്റ് എല്ലാം ചെയ്തതാണ്. ഇനി ഇൻഷുറൻസ് എല്ലാം പേ ചെയ്യണം.
അങ്ങനെ ഇൻഷുറൻസ് എല്ലാം പേ ചെയ്തിട്ട് അതായത് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അവരുടെ കാറിൻ്റെ ഗ്യാരേജ് ഉള്ളത്, എല്ലാ റെൻ്റൽ കമ്പനീസിൻ്റെയും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഞങ്ങൾക്ക് കാറിൻ്റെ കീ എല്ലാം തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങളിനിപ്പം നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോണത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. നേരെ കാണുന്ന ഒരു കൗണ്ടറിലാണ് അസിസ്റ്റൻ്റും ഉണ്ട്. അപ്പം അവിടെ നിന്ന് കാറിൻ്റെ കീ വാങ്ങണം. അങ്ങനെ കാറിൻ്റെ ഇതാണ് വോക്സ് വാഗൻ്റെ ടി ക്രോസ്. അതായത് നമുക്ക് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളങ്ങനെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ വണ്ടി എടുത്ത് രണ്ടാമത്തെ രാജ്യം, വണ്ടി ഓടിക്കുന്ന രണ്ടാമത്തെ രാജ്യം സ്പെയിനിൽ നിന്ന് ഞങ്ങൾ ശരി 200 കിലോമീറ്റർ ഓടിച്ച് ഞങ്ങൾ അൻഡോറയ്ക്ക് പോവാണ്. ചെറിയ മഴ പൊടിച്ചിലുണ്ടെന്ന്. സ്പെയിനിൽ നിന്ന് മഴയാണ്. എന്താ പറയുക, ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് എപ്പോഴും പുതിയ വണ്ടിയാണിത്, വോക്സ് വാഗൻ്റെ ടി ക്രോസ്. അപ്പോൾ അവിടെ ആകെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് 120 യൂറോ വണ്ടിയുടെ റെൻറ്റും പിന്നെ ഒരു 139 യൂറോ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത്. സോ ആ ഒരു പൈസയും കൊടുത്തു. പിന്നെ 200 യൂറോ ഡെപ്പോസിറ്റും. അങ്ങനെ ഏകദേശം അരമണിക്കൂർ വണ്ടി ഓടിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു മാക്ഡൊണാൾഡ്സ് നിർത്തി. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അതിനു മുമ്പ് പെട്രോൾ അടിക്കണം. അപ്പോൾ ഇവിടെ മാക്ഡൊണാൾഡിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ മാക്ഡൊണാൾഡ്സിൽ കയറി ഇറങ്ങി. ഇനി പെട്രോൾ അടിക്കാൻ പോകണം. വണ്ടി എടുത്തപ്പോൾ ചോദിക്കാൻ മറന്നുപോയി, അത് പെട്രോളാണോ ഡീസലാണോ എന്ന്. ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ആലോചിച്ചു. പിന്നെ ഞങ്ങളുടെ ബുക്കിംഗ് കൺഫർമേഷനകത്ത് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ 28ാമത്തെ രാജ്യമായ അൻഡോറയിലേക്കാണ് യാത്ര പോകുന്നത്. ഇവിടുന്ന് ഒരു 170 കിലോമീറ്ററും കൂടി വണ്ടി ഓടിക്കാറുണ്ട്. അപ്പോൾ ഇനി അവരും കൂടിയും കഴിച്ചിറങ്ങി കഴിഞ്ഞാൽ പോകണം. പിന്നെ മാക്ഡൊണാൾഡ്സിലെ ഫുഡ് നല്ല ഫുഡായിരുന്നു. ഓരോ രാജ്യത്തെ മാക്ഡൊണാൾഡ്സിന് ഫ്ലേവറും അവിടുത്തെ മെനു വ്യത്യാസമുണ്ട്. ഇപ്പം അത് ഞങ്ങളുടെ ഒരു ഹോബി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ രാജ്യത്തെയും മാക്ഡൊണാൾഡ്സ് ടേസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യട്ടെ. കാർ സീറ്റൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ കാർ സീറ്റും കൂടി കിട്ടുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതാണ് വണ്ടി, വോക്സ് വാഗൺ ടി ക്രോസ്. ഇത് തിരിച്ചു കൊണ്ടു ചെല്ലുമ്പം ഫുൾ കവർ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ സിഗരറ്റ് വലിക്കരുതുണ്ട്. അത് മാത്രമേ ഉള്ളൂ. സ്മോക്കിൻ്റെ സ്മെല്ല് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാം ഫുൾ കവറിനകത്ത് ഉള്ളതാണ്. സ്ക്രാച്ചുകൾ ഇതെല്ലാം ടെസ്റ്റ് എന്തെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എല്ലാം ഇൻഷുറൻസ് കവറാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. വണ്ടി ചെക്കിങ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഞങ്ങളിവിടെ ടോള് പേ ചെയ്തു. ഏകദേശം ഇപ്പോൾ 3 യൂറോ പേ ചെയ്തു. ആദ്യം ഒരു 3 യൂറോയും. അത് നമ്മളുടെ കാർഡ് ഒന്നുമില്ല, നമ്മൾ നേരെ പേ ചെയ്യുന്നു. നേരെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അതിനകത്തേക്ക് ഇട്ടാൽ മതി. അത് ആദ്യം നമുക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് സെറ്റപ്പ് എന്ന്. പിന്നെ അവർ വന്നിട്ട് കാർഡ് ഇട്ട് കാണിച്ചത് എങ്ങനെയാണ്. അതായത് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ജസ്റ്റ് ആ കാർഡ് മെഷീനകത്തേക്ക് ഇറക്കി വിട്ടാൽ നമ്മുടെ ATM, നമ്മുടെ വിസ കാർഡ്. അപ്പോൾ തന്നെ അതിന് പൈസ ക്രെഡിറ്റ് ആയിട്ട് വരും. അത് പ്രത്യേകിച്ച് റെസിപ്റ്റും ടിക്കറ്റ് അങ്ങനെയൊന്നും ഇല്ല. ഇനിയിപ്പം 113 കിലോമീറ്റർ സ്ട്രെയിറ്റ് ഹൈവേ ആണ്. ഏകദേശം ഞങ്ങൾക്കിനി 167 മണിക്കൂർ യാത്രയുണ്ട്. മൗണ്ടൻ കണ്ടോ, ബ്യൂട്ടിഫുൾ മൗണ്ടൻ. രണ്ട് വരിയാണ്, സൂപ്പറാണ്. നമ്മുടെ അടുത്ത വശത്തുള്ളത് സ്പീഡ് ട്രാക്കാണ്.
ഇവിടെയൊക്കെ മാൻ ക്രോസ് ചെയ്യുന്നുള്ള വാണിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ 80 കിലോമീറ്ററാണ് വേഗത. കാരണം മഞ്ഞാരി ഉണ്ടായത് മെയിൻ്റനൻസ് ആയതുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് 120 സ്പാനിഷ് ഹൈവേ സ്പീഡ് മാക്സിമം 120 കിലോമീറ്ററാണ് ഉള്ളത്. Hi. Hello, Julia. Mom, where's Mommy? Where's Mommy? I'm here. Hi, Chichi. Hi, Tessa, Chichi. Where's Daddy? Tessa, we are going to Tired? go to mountain. Where's Daddy? You are tired, Tessa? Where's Huh? Daddy? Here he is here. സ്പെയിനിലെ ഹൈവേയിലെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 120 km/h ആണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിടു എക്സ്പീരിയൻസ് ആണ്. കാരണം ലോങ് സ്ട്രെച്ച് ഹൈവേസ്, അതുപോലെ അധികം തിരക്കില്ലാത്ത റോഡുകൾ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് മാക്സിമം എൻജോയ് ചെയ്ത് ഓടിക്കാം. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഹൈവേസാണ് യൂറോപ്പിലുള്ളതും. പിന്നെ എല്ലാവരും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങൾ അനുസരിച്ച് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് കുറേ ഈസിയാണ്. ഇപ്പം ഞങ്ങൾക്ക് മാൾട്ടയിൽ നിന്ന് അവിടെ ലെഫ്റ്റ് സൈഡാണ് 80 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ് ഇവിടെ. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് യൂസ്ഡ് ആയി, ഇവിടുത്തെ ഡ്രൈവിങ്ങിനോട് അങ്ങ് അഡാപ്റ്റായി. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഓടിക്കുമ്പം നല്ല ഒരു എന്താ പറയുക, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഡ്രൈവിങ് എൻജോയ് ചെയ്ത് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം. ഈ ഹൈവേ പോകുന്നത് ശരിക്കും സിറ്റിയിൽ നിന്നും ടൗണുകളിൽ നിന്നൊക്കെ അകന്നായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റോഡിന് സൈഡിലൊന്നും കാഴ്ചകളൊന്നുമില്ല. ഇടയ്ക്ക് ഇതുപോലെ മനോഹരമായ കൊച്ചു കൊച്ചു ടൗണുകളൊക്കെ നമുക്ക് കാണാം. അല്ലാതെ ഭൂരിഭാഗം സമയം ഈ റോഡ് പോകുന്നത് ശരിക്കും ഈ മലഞ്ചെരുവുകൾക്കിടയിലൂടെയാണ്. അപ്പോൾ ഈ നമ്മൾ ഈ പോകുന്ന വഴിയിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നും അങ്ങനെയില്ല. നമുക്ക് ഇങ്ങനെയുള്ള ഒരു നേച്ചർ ബ്യൂട്ടി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാന്നുള്ളൂ. പക്ഷേ എത്ര ദൂരം വണ്ടി ഓടിച്ചാൽ നമുക്ക് മടുക്കത്തില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ആവുന്നത് തന്നെ ഒരു മനസ്സിന് ശരിക്കും റിഫ്രഷിങ് ആണ്. ഇങ്ങനെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ പ്രത്യേകിച്ച് ട്രാഫിക് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതിനൊരു സുഖമാണ്. അങ്ങനെ വണ്ടി ഇനിയിപ്പം മെയിൻ ഹൈവേന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 വരി പാതയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ സ്പാനിഷ് ഹൈവേന്ന് ഇറങ്ങി അണ്ടോറയിലേക്കുള്ള റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് ഒരു 2 വേ ലൈനാണിത്. നമുക്കപ്പം ഇവിടെ സൂക്ഷിച്ച് ഓടിക്കണം. ഇവിടെ സ്പീഡ് ലിമിറ്റും കുറവാണ്. നേരത്തെ പോലെ ഹൈവേയിലുള്ള സ്പീഡ് ലിമിറ്റ് ഇവിടെ ഇല്ല. അപ്പം ഇനി കുറച്ചും കൂടി ദൂരം ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം സ്പാനിഷ് അണ്ടോറ ബോർഡറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഫൈനലി അണ്ടോറയിലേക്കുള്ള വഴിയിലേക്ക് കയറി. ഇനി ഏകദേശം 52 കിലോമീറ്റർ ഉണ്ട്. ആക്ച്വലി ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങി. ചുമ്മാ തണുപ്പുണ്ട് കേട്ടോ. അവിടെ നിന്ന് പോകുന്നതല്ല, ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട്. ജസ്റ്റ് ചെറിയൊരു വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എമർജൻസി യൂറിനേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്.
ഇവിടെ വേസ്റ്റ് ഇടാൻ പാടില്ല. ചെറിയൊരു ടൗൺ ആണിത്. ടൗൺ എന്ന് പറയാനില്ല, ഒരു കുഞ്ഞു വില്ലേജ്. പാസിങ് ബാക്കിൽ ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ പോയി ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് ഇനി യാത്ര കണ്ടിന്യൂ ആണ്. തണുപ്പുണ്ട്. എന്തായാലും എനിക്കൊന്ന് 5 ഡിഗ്രിയൊക്കെ തണുപ്പാണെന്ന് തോന്നുന്നു ഏകദേശം ഫീൽ ചെയ്യുന്നത്. ഈ അൻഡോറ എന്ന് പറയുന്ന രാജ്യം ഏകദേശം 80,000 പേരിനടുത്ത് മാത്രം പോപ്പുലേഷനുള്ള യൂറോപ്പിലെ 6ാമത്തെ ചെറിയ രാജ്യമാണ് ഈ അൻഡോറ. ഇതൊരു ക്രിസ്ത്യൻ കൺട്രി കൂടിയാണ്. ഇത് ശരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത് സ്പെയിനും ഫ്രാൻസിനും ഇടയ്ക്കാണ് ഈ അൻഡോറ എന്നുള്ള രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശരിക്കും ഇതിൻ്റെ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 468 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു ചുറ്റളവ്. എന്നാൽ പോലും പോപ്പുലേഷൻ വളരെ കുറവാണ്. 81 ആണ്. 81,000 ആണ് ശരിക്കും ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ. പിന്നെ ഇതൊരു ക്രിസ്ത്യൻ രാജ്യം കൂടിയാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് കാറ്റലോണിയൻ ലാംഗ്വേജ് ആണ്. ബാഴ്സലോണയിൽ തന്നെയുള്ളൊരു കാറ്റലോണിയൻ ലാംഗ്വേജ് ആണ് ഇവിടുത്തെ പ്രധാന ഭാഷ. അങ്ങനെ കട്ട മഴ കിട്ടി. പുതിയ രാജ്യത്തേക്ക് വന്നതാണ്. പക്ഷേ എന്താ പറയുക, നല്ല മഴ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഡ്രൈവിങ് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി, കാരണം വിസിബിലിറ്റി കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത് കാരണം ഡ്രൈവിങ് കുറച്ച് സ്ലോ ആയി. ഇനി ഞങ്ങൾക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റർ കൂടി ചെന്നാൽ ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക്. പക്ഷെ മഴ വന്നതോടെ എന്തിനിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയാവുമെന്ന് അറിയില്ല. മഴ മാറാൻ സാധ്യത കാണുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്പാനിഷ് ബോർഡറിലെത്തി. ഇത് സ്പാനിഷ് എമിഗ്രേഷൻ്റെ ചെക്ക് പോസ്റ്റാണിത്. ഈ ഒരു ബിൽഡിങ് കഴിയുന്നതോടുകൂടി നമ്മൾ ഒഫീഷ്യലി സ്പെയിനോട് വിട പറഞ്ഞ് അൻഡോറയിലേക്ക് കയറും. അങ്ങനെ ഞാൻ എൻ്റെ 28ാമത്തെ രാജ്യമായ അൻഡോറയിലേക്ക് വണ്ടി ഓടിച്ച് കയറുകയാണ്. ഇതാ ഈ മുന്നിൽ കാണുന്നതാണ് അൻഡോറ ചെക്ക് പോസ്റ്റ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ഇനിയിപ്പോൾ വണ്ടി നിർത്തുമോ എന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവർ നിർത്തി പരിശോധിക്കുമോ അതോ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെ അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വണ്ടി അവർ നിർത്തിയൊന്നുമില്ല. അവർ ജസ്റ്റ് വണ്ടി നോക്കി ഞങ്ങൾ വിട്ടു. അപ്പം അവിടെ ഒഫീഷ്യലി അങ്ങനെ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ 28ാമത്തെ രാജ്യമായ അൻഡോറയിലേക്ക് എത്തി. നല്ല മഴയാണ് പുറത്ത്, അതുപോലെ നല്ല തണുപ്പുമുണ്ട്. ഇനിയിപ്പം ഹോട്ടലിലേക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ കഷ്ടിയുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ ഒരു 300 മീറ്ററും കൂടിയുള്ള ഹോട്ടലിലേക്ക്. നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. തണുപ്പുണ്ട്. 10 ഡിഗ്രി താഴെ കാണിക്കുന്നുള്ളൂ. തണുപ്പിനേക്കാളും പ്രശ്നം മഴയാണ്. പിന്നെ ഇത് എവിടെ പാർക്ക് ചെയ്യുന്നറിയില്ല. ഹോട്ടലിൽ പാർക്കിംഗ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, പാർക്കിംഗ് അല്ലെങ്കിൽ പെട്ടു. കാരണം സിറ്റിക്ക് അകത്ത് തന്നെയാണ് ഹോട്ടൽ, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇത് ടാക്സ് ഫ്രീ ആയിട്ടുള്ള രാജ്യമാണ്. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ചീപ്പാണ് എന്നാണ് പറഞ്ഞത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അപ്പം ഇതാണ് ഞങ്ങൾ ഇനി അടുത്ത 2 ദിവസം താമസിക്കാൻ പോകുന്ന ഹോട്ടൽ പൈറിനീസ്. ഈ പൈറിനീസ് മൗണ്ടൻ്റെ പേര് തന്നെയാണ് ഹോട്ടലിന്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ഞങ്ങൾക്ക് 330 യൂറോ ആണ് ഞങ്ങളിവിടെ പേ ചെയ്തത്. 2 ദിവസത്തേക്ക് ഹാഫ് ബോർഡാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അടക്കം 330 രൂപ. ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിന് ഹോട്ടൽ കിട്ടി. മാത്രമല്ല സിറ്റിക്ക് അകത്ത് തന്നെയാണ്, പ്രൈവറ്റ് പാർക്കിങ്ങും ഉണ്ട്. നേരെ കാണുന്നത് 118. അവിടെ അരമാർക്കുണ്ട്. അത് അതിനകത്തിട്ട് ഓക്കെ ഓക്കെ. ബാഗ് എടുത്തിട്ടോ? ഓക്കെ ഓക്കെ, ബാഗ് എടുത്തിട്ടോ? ഓക്കെ ഓക്കെ, ലോക്ക് ചെയ്തിട്ടേക്കാ. വേണോ ബെഡ്? വേണ്ടി എടുത്തില്ലല്ലോ. നിങ്ങളുടെ കൊടുക്കാം അല്ലേ?
Why we need to go downstairs for to eat dinner? കാരണം പിന്നെ മോളിൽ കയറി കളിക്കൂടി. I heard all of the people downstairs. Not now, it's 8:30. 8:30. But I heard all the people downstairs. They are going somewhere. പിടിച്ചോ. ഡ്രോയ്ക്കകത്ത് വെച്ചു. ഇതെന്തിനാ പാർക്കിംഗ് ചെയ്യോ? പാർക്കിങ്ങിന് 16 രൂപ, അതായത് 32 രൂപ, ഒരു ദിവസത്തേക്ക് 16 രൂപ വെച്ച്. പിന്നെ അത്രേ ഉള്ളൂ. ബാക്കി ഹാഫ് ബോർഡല്ലേ, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും. ഓക്കെ. ബാത്ത് ടബ്. Look at that. What is that over there? Hey, what is that over there? That's a bunk bed, I think. But we don't need that. I want that one. I want. ഹോട്ടലിനോട് ചേർന്നുള്ള ഒരു കാർ പാർക്കിംഗ് ആണ്. അവിടെ നിന്നൊരു ഇൻ്റർ കണക്റ്റിംഗ് ആണ്. ജസ്റ്റ് ഹോട്ടലിൻ്റെ ബാക്കിലേക്ക് തന്നെ എൻട്രൻസ് ഉണ്ട് ഈ കാർ പാർക്കിങ്ങിലേക്ക്. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ കൊണ്ടിട്ടു. ഇനി ഇവിടുന്ന് ഞാൻ ജസ്റ്റ് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പം ബെനിതിയും പിള്ളേരൊക്കെ റൂമിൽ ഫ്രഷ് ആവും. അപ്പോഴേക്കും ഞാനിവിടെ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്തിറങ്ങുക. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം ഇതാണ് ഹോട്ടലിൽ നിന്ന് കാണുന്ന ആ ഒരു എക്സിറ്റ് പുറത്തേക്ക്. ഹോട്ടലിൽ നിന്ന് ഈ വഴിക്കാണ് എക്സിറ്റ്, പുറത്തേക്ക് ഇറങ്ങാം. ഈ വഴിക്ക് തന്നെയാണ് വണ്ടി പാർക്കിങ്ങിലേക്ക് വരുന്നതും. ഇതിനോട് ചേർന്ന് തന്നെ ഹോട്ടലിലേക്ക് പോകാൻ ഒരു ചെറിയ വഴിയും കൂടി ഉണ്ട്. അപ്പം ഇപ്പം മഴയൊക്കെ തോർന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് എന്താ പറയുക, അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്, തണുപ്പുമുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഡിസംബർ 1-ാം തീയതി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, തണുപ്പ് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സൂര്യപ്രകാശം കുറഞ്ഞു തുടങ്ങി. ഇപ്പം സമയം 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കടകളിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ടാണോ അതിന് ജനസംഖ്യ കുറഞ്ഞതായതുകൊണ്ടാണെന്ന് അറിയില്ല, റോട്ടിലൊന്നും അധികം ആൾക്കാരൊന്നും കാണാനില്ല. പിന്നെ ഇവിടെ അങ്ങനെ വേറെ രാജ്യക്കാരെയൊന്നും കണ്ടില്ല. ഇവിടെ എവിടെയോ ഒരു ഇന്ത്യൻ ഷോപ്പ് ഉണ്ടെന്ന് മാത്രമേ സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, അണ്ടോറയിലെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ടാക്സ് ഫ്രീ കൺട്രിയാണ്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ്, വളരെ വിലക്കുറവാണ്. ഷോപ്പിങ്ങിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. സ്പെയിനിൽ നിന്നൊക്കെ ധാരാളം പേര്, പ്രത്യേകിച്ച് ബാഴ്സലോണയിൽ ധാരാളം പേര് ഈ അണ്ടോറയ്ക്ക് വരുന്നുണ്ട് ഷോപ്പിങ്ങിന്. അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നും. ഈ ഫ്രാൻസിൻ്റെയും സ്പെയിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടേക്ക് ഷോപ്പിങ്ങിന് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ആൽക്കഹോളിനൊക്കെ ശരിക്കും ഞാൻ മാൾട്ടയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം വിലക്കുറവുണ്ട്, ടാക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അണ്ടോറയിൽ ശരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതും മദ്യവും പെർഫ്യൂം, അതുപോലെ തന്നെ സിഗരറ്റ്, ഇത് 3 സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പേര് വന്ന് ഷോപ്പ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം പല ആൽക്കഹോളിൻ്റെയൊക്കെ വില വളരെ ചീപ്പായിട്ടുള്ള പ്രൈസാണ് പല ബ്രാൻഡുകൾ കൂടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ എന്താ പറയുക, സിഗരറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ, ഒരു ബോട്ടിൽ ആൽക്കഹോൾ ഫ്രീ. അതുപോലെ അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഞാൻ അവിടെ കണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കത് വഴിയെ കാണിച്ചു തരാം. ഇതൊരു ശരിക്കൊരു സുവനീർ ഷോപ്പാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് അവർ ആൽക്കഹോൾ വിൽക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ സുവനീർ ഷോപ്പാണ്. അങ്ങനെ ഒരു ഷോപ്പിനകത്ത് കയറി നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാം. അതുപോലത്തെ ഒരു നല്ലൊരു ഷോപ്പാണിത്. അണ്ടോറ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി ഒരുപാട് കൗതുകകരമായ ഇൻഫോർമേഷൻസ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് എന്താ പറയുക, ഇതൊരു 1278 രൂപീകൃതമായ ഒരു രാജ്യമാണ്. സ്പെയിനിനും ഫ്രാൻസിനും ഇടയ്ക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സ്പെയിനിലെ ഉറിഗൽ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ആർച്ച് ബിഷപ്പും അതുപോലെ ഫ്രഞ്ച് പ്രസിഡൻ്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണും. ഇവർ 2 പേരാണ് ഈ രാജ്യത്തിൻ്റെ രക്ഷാധികാരി. അതുപോലെ ഇവിടെ പാർലമെൻറ്റും ഉണ്ട്, പ്രൈം മിനിസ്റ്ററും ഉണ്ട്. എന്നാൽ പോലും ഈ 2 രാജ്യങ്ങളിലുള്ള 2 വ്യക്തികളാണ് ഈ രാജ്യത്തിൻ്റെ രക്ഷാധികാരികൾ എന്ന് പറയുന്നത്. അതായത് ഫ്രഞ്ച് പ്രസിഡൻറ്റും ഈ ഉറിഗൽ എന്ന് പറഞ്ഞ ആ ഒരു പ്രവിശ്യയിലെ ആർച്ച് ബിഷപ്പും. അപ്പോൾ അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് ഈ രാജ്യത്തിനെ പറ്റി. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഏകദേശം 81,000 പേര് മാത്രമുള്ളൊരു പോപ്പുലേഷനുണ്ട്. പക്ഷെ നിങ്ങൾ ഈ സിറ്റിയിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പം അണ്ടോറയുടെ ക്യാപിറ്റൽ അൻഡോറ ലാവല്ല ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാലാണ് ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ്. എന്നാൽ പോലും ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യത്തില്ല.
ഈ അണ്ടോറയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഈ മലകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണത്. സോറി, രാജ്യം തന്നെയാണ് ഈ അണ്ടോറ. ഏത് ഫ്രെയിമിലും നമുക്കൊരു മലയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു കുന്നോ എന്തെങ്കിലും കാണാൻ പറ്റും. അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടോറ എന്ന് പറഞ്ഞ രാജ്യത്ത് എയർപോർട്ടില്ല. എയർപോർട്ട് ഇല്ലാത്ത അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് അണ്ടോറ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പൈറനീസ് മൗണ്ടൻ ആണ്. അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉള്ള മൗണ്ടൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എയർപോർട്ട് സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഒന്നില്ലെങ്കിൽ ബാഴ്സലോണ എയർപോർട്ടോ അല്ലെങ്കിൽ ഫ്രാൻസിലുള്ള ടുലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എയർപോർട്ടോ, ഈ 2 എയർപോർട്ടാണ് ശരിക്കും അണ്ടോറയ്ക്ക് ആക്സസബിൾ ആയിട്ടുള്ള 2 എയർപോർട്ട്. 2 എയർപോർട്ട് ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ ഇവിടെ ഹെലിപോർട്ടുകളുണ്ട് അണ്ടോറയിൽ. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിമാർക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഹെലിപോർട്ടുണ്ട്, ഹെലികോപ്റ്റർ സൗകര്യമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ഒരു രാജ്യത്തിന്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂറോപ്യൻ യൂണിയനിലോ ഷെങ്കണിലോ ഇല്ലാത്ത, എന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെയും ഷെങ്കൻ്റെയും എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ അണ്ടോറ എന്ന് പറഞ്ഞ രാജ്യം. കാരണം നമുക്കിവിടേക്ക് വരുന്നതിനുള്ള വിസ, ഷെങ്കൺ വിസ ഉള്ള എല്ലാവർക്കും അണ്ടോറയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കട, ഇതാണ് ഒരു ഇന്ത്യൻ കട ഇവിടെ ഞാൻ കണ്ടത്, ശിവനാശ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വേറെയും ചിലപ്പോൾ ഷോപ്സ് ഉണ്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് നമ്മളിപ്പം കാണുന്ന പെർഫ്യൂം വെക്കുന്ന ഒരുപാട് ഷോപ്പുകൾ, അതുപോലെ ആൽക്കഹോളിൻ്റെ, സിഗരറ്റിൻ്റെ ഈ ഷോപ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും ഈ 3 പ്രോഡക്റ്റാണ്. ഈ അണ്ടോറ എന്ന് പറഞ്ഞ രാജ്യം പിന്നെ ഫേമസ് ആയിരിക്കുന്നത് സ്കീയിങ് റിസോർട്ടുകൾക്കാണ്. ഇവിടെ ഒരുപാട് സ്കീയിങ് റിസോർട്ടുകളുണ്ട്. വിൻ്റർ ആക്ടിവിറ്റീസ് ഒരുപാടുള്ള ഒരു രാജ്യം കൂടിയാണ്. ടൂറിസം അവരുടെ ഒരു മെയിൻ വരുമാന മാർഗം കൂടിയാണ്. അതുപോലെ സമ്മറിലാണെങ്കിൽ ഹൈക്കിങ്, ട്രെക്കിങ് പോലുള്ള ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷേ മെയിൻ ടൂറിസം നടക്കുന്നത് ഈ വിൻ്റർ മാസങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത്. വേറെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, ഈ സിറ്റി നല്ല ക്ലീൻ സിറ്റിയാണ്. അങ്ങനെ റോട്ടിൽ അങ്ങനെ മാലിന്യങ്ങളോ അങ്ങനെ വേറെ വേസ്റ്റുകളോ അങ്ങനെ ഒന്നും കാണാനില്ല. ഒരു മഴയ്ക്ക് ശേഷമാണെങ്കിൽ പോലും നല്ല ക്ലീൻ സിറ്റിയാണ്. ഇത് നിങ്ങൾക്കിപ്പം കാണാം, നേരത്തെ കണ്ട ഒരു ഇന്ത്യൻ ഷോപ്പിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി കുറച്ച് വീഡിയോ എടുത്താണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഷോപ്പിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാം, അവിടെ സിഗരറ്റ് പാക്കറ്റുകൾ കാണാം. അതായത് 20 പാക്കറ്റിൻ്റെയൊക്കെ ഒരു ബണ്ടിൽ വാങ്ങുമ്പം ഒരു ബോട്ടിൽ ആൽക്കഹോൾ ഫ്രീ. അത് ഞാൻ ലോകത്ത് എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് നിങ്ങൾ കാഴ്ച കാണുന്നത്. എയർപോർട്ടുകളിൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഷോപ്പ് നിറയെ ഈ 2 ഐറ്റംസ് മാത്രമാണ് വെക്കുന്നത്, ആൽക്കഹോളും സിഗരറ്റും. അപ്പോൾ നമ്മൾ 20 സിഗരറ്റ് പാക്കറ്റിൻ്റെ ഒരു ബണ്ടിൽ മേടിക്കുമ്പം ഒരു ബോട്ടിൽ ആൽക്കഹോൾ ഫ്രീ. എന്താ പറയുക, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫറുകളാണത്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകുന്ന സിഗരറ്റിന് ഒരു കണക്കുണ്ട്. ആ ഒരു പെർമിറ്റഡ് ആയ നമ്പർ സിഗരറ്റ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെക്ക് പോസ്റ്റിൽ വണ്ടി തടഞ്ഞ് പരിശോധിക്കുമ്പോൾ പിടിച്ചാൽ നമ്മൾക്ക് പിഴ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർ നമുക്ക് ആവശ്യമുള്ള അത്രയും വാങ്ങാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിന് പെർമിറ്റഡ് നമ്പറുണ്ട്. ആ നമ്പറുള്ള എമൗണ്ട് സിഗരറ്റുകളും ആൽക്കഹോളും മാത്രമേ ഇവിടുന്ന് വാങ്ങിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സിറ്റിയുടെ ആ ഈവനിങ് വൈബൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ റൂമിലേക്ക് പോവാണ്. ഇനി അവരെയും കൂട്ടി പുറത്തിറങ്ങി ജസ്റ്റ് കുറച്ച് ഷോപ്പിംഗ് കൂടി ചെയ്യണം. അതിനുശേഷം പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കണം. അപ്പം 8 മണിക്ക് ശേഷമാണ് ഡിന്നർ സെർവ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിൽ. അപ്പം ഇനി റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആവണം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഈ അണ്ടോറയിലേക്കുള്ള യാത്രാ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.